നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റ് കണ്ട് ചിലപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അമ്പരന്നിരിക്കുന്നുണ്ടാകാം. ഇങ്ങനെയും ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ നമ്മുടെ ധനകാര്യമന്ത്രിക്ക് കഴിയും എന്നുള്ളിടത്താണ് അമ്പരപ്പ് പൂർണ്ണമാകുന്നത്. അതായത് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് ഒരു ബി പ്ലാൻ കൂടി വയ്ക്കുന്ന ആദ്യത്തെ ധനമന്ത്രി. ഒരു പ്ലാനുണ്ട് എങ്കിലും ഒരു ബി പ്ലാൻ കൂടി ഇരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ ബാലഗോപാലിൻ്റെ ബാലതന്ത്രം. നന്നായിട്ടുണ്ടല്ലേ? കാരണം ഈ ബി പ്ലാൻ എന്ന് പറയപ്പെടുന്നത് ആരാണ് അങ്ങനെ ഒരു ബി പ്ലാനിലേക്ക് എത്തിച്ചത്? അതിന് പിന്നിലെ യഥാർത്ഥ സൂത്രധാരൻ എന്ന് പറയപ്പെടുന്നത് സഖാവ് പിണറായി വിജയനാണ്, നമ്മുടെ മുഖ്യമന്ത്രി. നമുക്കറിയാമല്ലോ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട് ഈ നാട് മുഴുവൻ, അതായത് ഈ 14 ജില്ലകളിലൂടെയും ഇങ്ങനെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ നടത്തിയ വലിയ യാത്ര. ആ യാത്രയിൽ അവർ കണ്ടെത്തിയത് സാധാരണക്കാരെ ജനങ്ങളെ അല്ലായിരുന്നു, പകരം പൗരപ്രമുഖരെ, വ്യവസായികളെ, ഇങ്ങനെയുള്ളവരെ ആയിരുന്നല്ലോ കണ്ടിരുന്നത്. അങ്ങനെ കണ്ടിരുന്നവരുടെ കൂട്ടത്തിലെ പ്രമുഖരിൽ നിന്ന് പണം സമ്പാദിക്കുക എന്നൊരു ലക്ഷ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. നവകേരള സദസ്സിന് അതുണ്ടായി. ഇനി പറയാൻ പോകുന്നത് മറ്റൊന്നാണ്, ബി പ്ലാനാണ്. ഈ ബി പ്ലാൻ എന്ന് പറയപ്പെടുന്നത് കേന്ദ്ര ഫണ്ട് എവിടെയെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ, ആ ഫണ്ട് ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ നികത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ പദ്ധതി തയ്യാറാക്കും. അതാണ് ഈ ബി പ്ലാൻ. ആ ബി പ്ലാനിലേക്ക് പക്ഷേ ആരെയാണ് കൊണ്ടുവരുന്നതെന്ന് പറയുന്നില്ല. നിക്ഷേപകരെ ആകർഷിക്കുക, ആ നിക്ഷേപത്തിലൂടെ നമ്മുടെ കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ചയെ പുരോഗമനത്തിലേക്ക് എത്തിക്കുക, ഇതൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എങ്കിലും അതായത് നവകേരള സദസ്സിൽ കണ്ടുപോയ ചില പൗരപ്രമുഖരെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ചില വ്യവസായികൾ അടക്കമുണ്ട് എന്നുള്ളതും പറഞ്ഞു. അങ്ങനെ ഈ വ്യവസായികളുടെയും പൗരപ്രമുഖരുടെയൊക്കെ നിക്ഷേപങ്ങൾ എത്രത്തോളം കൂട്ടാൻ പറ്റുമോ അത്രത്തോളം കൂട്ടി അത് നവകേരള സദസ്സിലൂടെ ഉണ്ടാക്കിയെടുത്ത പണം എന്നുള്ള നിലയിൽ അതിനെ നമ്മുടെ ഒരു നിക്ഷേപ സമാഹരണമാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി കണ്ടെത്തിയിരിക്കുന്ന പുതിയ ഒരു രീതി, ഒരു പുതിയ പദ്ധതി. ആ പദ്ധതിയാണ് ബി പ്ലാനായി നടപ്പിലാക്കാൻ പോകുന്നത്. ഇനി കള്ളപ്പണം കുത്തി ഒഴുകുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയാം. എന്തായാലും ബജറ്റിനെ കുറിച്ച് പറയുവാൻ ഒരുപാടുണ്ട്. കാരണം ഇന്നുവരെ പറയാത്ത ഒരു ബജറ്റ്. ആ ബജറ്റിനുള്ളിൽ കർഷകരെയും സാമൂഹ്യ മേഖലയിലെയും സാധാരണ ജനങ്ങളെയും ഒന്നും തൊട്ടു തലോടുക പോലും ചെയ്യാതെ പോയ ഒരു ബജറ്റ്. അതിനെക്കുറിച്ച് എന്തു പറയാൻ? ആർക്ക് എന്ത് ലാഭം? ജനങ്ങൾ ഇന്നും നരകയാതന അനുഭവിക്കുക എന്നതിനപ്പുറം ഒന്നും തന്നെ ഈ ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയല്ലേ ബാലഗോപാൽ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ വിദ്യാഭ്യാസ മേഖലയെ തൊട്ടാലോ? വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിൽ SFIയുടെ നിലപാട്, പഴയ നിലപാട് മാറ്റിയോ എന്ന് ചോദിച്ചുകൊണ്ട് പക്ഷേ KSUK രംഗത്തെത്തിയിട്ടുണ്ട്. കേസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള ആൻ സെബാസ്റ്റ്യൻ രംഗത്ത് വന്നിരുന്നു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അവരിട്ടിരിക്കുന്നത്. ആ പോസ്റ്റ് ഇഷ്ടപ്പെട്ടു. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്നാണ് ആദ്യത്തെ വരി. സഖാവിനെ അറിയാമോ, ആ രണഗാഥ അറിയാമോ എന്നാണ് ചോദിക്കുന്നത്. സ്വകാര്യ വിദേശ സർവകലാശാലകളുടെ കാര്യത്തിൽ ഇടത് സർക്കാരിൻ്റെ ഒരു നിലപാട് കേട്ടപ്പോൾ KN ബാലഗോപാൽ എന്ന് പറയപ്പെടുന്ന ധനമന്ത്രി ഉൾപ്പെടെയുള്ള മൂത്ത സഖാക്കളോടും, നമ്മുടെ ഇന്നത്തെ ആർഷയ ഉൾപ്പെടെയുള്ള കുട്ടി സഖാക്കളുണ്ടല്ലോ, ആ കുട്ടി സഖാക്കളോടും കേരളക്കാരെ മുഴുവൻ ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. KV റോഷൻ, KK രാജീവൻ, മധു, K ശിവലാൽ, C ബാബു, ഈ 5 രക്തസാക്ഷികളെ ഓർമ്മയുണ്ടോ സഖാക്കളെ എന്നുകൂടി ചോദിക്കാം. കൂത്തുപറമ്പ് സമരം എന്തിനായിരുന്നു എന്ന് SFIയും ഒപ്പം തന്നെ അതിൻ്റെ മൂത്ത DYFI നേതൃത്വത്തിനും അറിയാം. 2016 ജനുവരിയിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർപേഴ്സണായിരുന്ന TP ശ്രീനിവാസനെ കോവളത്ത് നടന്ന ആഗോള വിദ്യാഭ്യാസ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ അന്ന് ഈ SFI എന്ന് പറയപ്പെടുന്ന പാർട്ടിയും ആ SFIയുടെ പ്രവർത്തകർ അടിച്ചു വീഴ്ത്തിയത് ഓർമ്മയുണ്ടോ TP ശ്രീനിവാസനെ? വിദ്യാഭ്യാസത്തിൻ്റെ സ്വകാര്യവൽക്കരണത്തിനും കച്ചവടത്തിനുമെതിരെ പ്രതിഷേധിക്കുന്ന SFIക്കാർക്കിടയിലേക്ക് കടന്നു ചെന്ന ശ്രീനിവാസൻ്റെ നടപടിയാണ് പ്രശ്നമെന്ന് പറഞ്ഞ M സ്വരാജിൻ്റെ അന്നത്തെ നിലപാട് അല്ലെങ്കിൽ അന്നത്തെ പ്രതികരണം. അതൊക്കെ ഇത്തരുണത്തിൽ പ്രത്യേക പരാമർശം അർഹിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. ഈ SFIയുടെ ഈ പ്രവർത്തനങ്ങൾ, ഒന്നിൽ SFI നേതൃത്വം പണ്ട് ചെയ്തതും പറഞ്ഞതുമൊക്കെ തെറ്റാണെന്ന് കൃത്യമായി സമ്മതിക്കണം. അല്ലെങ്കിൽ മാറിയ കാലത്തിനനുസരിച്ച് ഞങ്ങൾ നിലപാട് പുതുക്കി എന്ന് തുറന്നു പറയുവാൻ ഉള്ള മനസ്സുണ്ടാകണം. അതങ്ങനെ സമ്മതിക്കണം. ഇത് രണ്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ പണ്ട് TP ശ്രീനിവാസന് കൊടുത്തതുപോലെ ഒരെണ്ണം ബാലഗോപാൽ സഖാവിന് കൊടുത്തിട്ട് SFIയുടെ ചരിത്രം ഓർമ്മിപ്പിക്കുകയെങ്കിലും വേണം. ഇങ്ങനൊരു പോസ്റ്റ് ആനിട്ടിരുന്നു. ആ പോസ്റ്റിലാണുള്ള സാഹചര്യം എന്തായിരുന്നു?
വിദ്യാഭ്യാസ മേഖലയെ തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണോ സ്വകാര്യവൽക്കരണം നടത്തുന്നത് എന്ന് പറഞ്ഞ് 2016 ഇവിടെ സമരം ചെയ്ത SFIയുടെ നിലപാടിൽ മാറ്റമുണ്ടോ എന്നാണ് ചോദ്യം. കാരണം സ്വകാര്യ മേഖലയിലേക്ക് സർവകലാശാലകൾ വരാൻ പോകുന്നു എന്നുള്ള വാർത്ത കാട്ടുതീ പോലെ പരന്നപ്പോൾ ബജറ്റിൽ അടക്കം അത് ഉൾപ്പെടുത്തി മുന്നോട്ട് വരുമ്പോൾ ഇവിടുത്തെ SFIയുടെ നാവ് എവിടെ പോയി? അറിയേണ്ടത് ഇവിടുത്തെ ഇത് പ്രഖ്യാപിക്കപ്പെട്ട TN ബാലഗോപാൽ എന്ന ധനമന്ത്രിയും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇതൊക്കെ അറിയുന്നുണ്ടോ എന്ന് തന്നെ അറിയില്ല. കാരണം ശിവൻകുട്ടിക്ക് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് പോലും അറിയാത്തൊരു വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയാമോ എന്ന് തന്നെ അറിയില്ല. എന്തായാലും എല്ലാ സഖാക്കളും, എല്ലാ മൂത്ത സഖാക്കളും, ഇപ്പോഴത്തെ കുട്ടി സഖാവായ ആർഷു അടക്കമുള്ളവർ SFIയുടെ നിലപാട് പറയണം. കാരണം SFIക്ക് സ്വകാര്യവൽക്കരണം ഇഷ്ടമാണോ? അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ 2016 എന്തുകൊണ്ടാണ് TP ശ്രീനിവാസന്റെ മുഖം നോക്കി അടിക്കാൻ ശ്രമിച്ചത്? ഇനി ഇതൊക്കെ തെറ്റാണ് എന്ന് നിങ്ങൾക്ക് ഈ പുതിയ കാലത്തിനനുസരിച്ച് മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ ചെയ്യേണ്ടത്, നിങ്ങൾ ഇത് പ്രഖ്യാപിക്കപ്പെട്ട നിങ്ങളുടെ മൂത്ത സഖാവുണ്ടല്ലോ TN ബാലഗോപാൽ, ആ TN ബാലഗോപാലിന് പണ്ട് ശ്രീനിവാസന് കൊടുത്തതുപോലെ ഒരെണ്ണം കൊടുത്തിട്ട് നിങ്ങൾ നിലപാട് മാറ്റിയിരിക്കുന്നു എന്ന് പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാട് ഇതാണെന്ന് പറയുക. നിങ്ങളുടെ നിലപാട് സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല എങ്കിൽ അത് പറയുക. അതല്ല എങ്കിൽ നിലപാട് മാറിയിരിക്കുന്നു, ഞങ്ങൾ സ്വകാര്യവൽക്കരണത്തെ ആശ്ലേഷിക്കുന്നവരാണ്, ഞങ്ങൾക്ക് പലതരത്തിലുള്ള നിലപാടുകളുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞുകൊള്ളുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന സ്വകാര്യവൽക്കരണത്തെ അടക്കം മുറുകെ പിടിക്കുകയും ഒപ്പം തന്നെ അതിനെതിരെ സമരം ചെയ്യുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നയമുണ്ടല്ലോ, അതങ്ങ് ഗോകർണത്തിൽ ചെന്ന് പറഞ്ഞാൽ മതി, ഇവിടെ വേണ്ട. അതുകൊണ്ട് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില സംഭവ വികാസങ്ങളെങ്കിലും തുറന്നു കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയ്ക്കും ആഭാസകരമായൊരു ബജറ്റ് അവതരിപ്പിച്ചതിലൂടെ കേരളത്തെ താറടിച്ചു കാണിക്കുവാനുള്ള ഒരു ശ്രമം നടത്തിയ ബാലഗോപാലൻ സഖാവ് മനസ്സിലാക്കുക, വിദ്യാഭ്യാസ മേഖലയിലെ SFIയുടെ നിലപാടെങ്കിലും അറിഞ്ഞുകൊണ്ടുവേണ്ടേ സ്വകാര്യവൽക്കരണത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ.